ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പ്രഗത്ഭ നടന്മാരെക്കുറിച്ച്. അവർ വെറും നടന്മാർ മാത്രമല്ല, അവർ സിനിമ ഇൻഡസ്ട്രിയെ ഒന്നടങ്കം കൈയടക്കി വെച്ചവരാണ്. ആരൊക്കെയാണെന്നോ? ഒന്ന് പൃഥ്വിരാജ്, രണ്ട് ഫഹദ് ഫാസിൽ. ഈ രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാള സിനിമയെ ഭരിക്കുന്നത്, മലയാള സിനിമയിൽ ആത്യന്തികമായി നിലനിൽക്കുന്നത്, നല്ല നടന്മാരെന്ന് പേരെടുത്തത്, സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയത്, വിവിധ രംഗങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങിയവർ ഈ രണ്ട് പേര് മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പുറത്തുവിടാനുള്ളത്. നിഷേധിക്കുന്നവരുണ്ടായിരിക്കാം, അഭിപ്രായ വ്യത്യാസമുള്ളതായിരിക്കാം, താനൊക്കെ എത്ര വാങ്ങി എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ഇത് ഞങ്ങളുടെ നിരീക്ഷണമാണ്. ഞങ്ങളുടെ നിരീക്ഷണം ചെറുതല്ല. ഞങ്ങൾക്കതിന് കാരണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഫഹദ് ഫാസിൽ വളരെ ചെറുപ്പത്തിലേ വന്നതാണ്. ഫാസിലിൻ്റെ സിനിമയിലൂടെ നായകനായി വന്ന് ആ സിനിമ പൊട്ടി പാളിസായി വീണ്ടും പഠിക്കാൻ പോയി. ഫാസിലിന് കടം കയറി. ആ കടം വീട്ടാനാണ് ഫഹദ് ഫാസിൽ തിരിച്ചു വന്നത്. ഏതാനും സിനിമകളിൽ അഭിനയിച്ച് കടം വീട്ടി ബാക്കി തിരിച്ചു പോകാൻ ഫഹദ് ഫാസിൽ പിന്നെ ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി എന്നാലോചിക്കണം. വെറും മലയാള സിനിമയുടെ അല്ല, ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി എന്നാലോചിക്കണം. അഭിനയത്തിൽ, നിർമ്മാണത്തിൽ, വിതരണത്തിൽ, മറ്റെല്ലാ രംഗങ്ങളിലും അങ്ങനെയായി എന്നാലോചിക്കണം. അപ്പോൾ ചോദിക്കും, പൃഥ്വിരാജ് ആസ്ത്രയിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു ആലോചിക്കണം. പഠിക്കാൻ ഇവിടെ ആകെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു. രഞ്ജിത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, തിരിച്ചു പോയി. കാരണം വെറും ആഗ്രഹം കൊണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ട്. പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. അതിനാൽ തിരക്കായി. ആ തിരക്കിലൂടെ സിനിമാ രംഗം സജീവമായി, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ചെറുപ്പക്കാരനായി. 24-25 വയസ്സിൽ കേരളത്തിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടിയെന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് പൃഥ്വിരാജ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പറഞ്ഞ കാര്യം ഞാൻ അണ്ടർലൈനിൽ ഇടുമ്പോൾ തന്നെ ഞാനന്ന് രാഷ്ട്രദീപിക സിനിമയുടെ എഡിറ്ററായിരുന്ന സമയത്താണ്. അന്ന് 6 ലക്കമുള്ള ഇൻ്റർവ്യൂ ആണ് ഞാൻ എടുത്തടിച്ചത്. ഇന്ത്യയിലെ ജൂനിയർ സൂപ്പർ സ്റ്റാർ എന്നാണ് നടിച്ചിരിക്കുന്നത്. അന്ന് പലരും പറഞ്ഞു, എനിക്കത് വട്ടുണ്ടിടും, ഈ ചെറുക്കനൊന്നും ഇങ്ങനെ ആവാൻ പോകുന്നത്, അവൻ 4-5 സിനിമ ഞാൻ പോകും, മാത്രമല്ല അവൻ സുകുമാരൻ്റെ മകനല്ലേ എന്നാ ചോദിച്ചേ. സുകുമാരൻ എന്താ കുഴപ്പം? വിദ്യാസമ്പന്നനായ നടൻ, ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ, നല്ല ഡയലോഗ് വീരൻ, പിന്നെ ഇതില്ലേ, പിന്നെ സിനിമയിൽ അത്രമാത്രം ഗോസിപ്പുകൾ ചെന്ന് പെടാത്തൊരു നടൻ, സമ്പാദിച്ച സ്വത്തുക്കളെ നഷ്ടപ്പെടാത്ത ഒരാൾ, ബിസിനസ് വളർത്താൻ ഇങ്ങനെയൊക്കെ വിവിധ രംഗങ്ങളിൽ സജീവമായിരുന്ന സുകുമാരൻ്റെ മകൻ എന്താ കുഴപ്പം? അപ്പോൾ ഈ രണ്ട് പേരെയും, ഫാസിലിൻ്റെ മകൻ ഫഹദ് ഫാസിൽ, സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ, ഈ രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഏകദേശം അഭിമാനം ഉണ്ടാകണമെന്ന പക്ഷക്കാരാണ് ഞാൻ. അവിടെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ മുമ്പ് ചോദിക്കാറുണ്ട്, സത്യന് ശേഷം ആര്, മധുവിന് ശേഷം ആര്, മറ്റവർക്ക് ശേഷം ആര്, പ്രേം നസീറിനൊക്കെ ശേഷം ആര്, ജയൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു, ഇങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം ആര് എന്നുള്ളതാണ്. ആര് വേണമെങ്കിൽ വരട്ടെ എന്നുള്ളതായിരിക്കും. പക്ഷെ അതല്ല, മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഈ രണ്ട് നടന്മാരാണ് ഇപ്പോൾ ഈ ദിവസം വരെ ഈ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, പേരെടുത്തുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. അവരുടെ മുൻകാല സിനിമകൾ നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം അതൊക്കെ റെക്കോർഡ് സ്ഥാപിച്ചതാണ്. ഈ രണ്ട് സിനിമ മാത്രം നമുക്ക് ഇപ്പോൾ എടുക്കാമെന്ന് ആലോചിക്കണം. ഒന്ന് ആടുജീവിതം തന്നെ. ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ റോള് എന്നാലോചിക്കണം. നജീബ്, അത് വെറുമൊരു റോളല്ല. എത്രയോ പേര് പരിഹസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാലോചിക്കണം. ശരി, എത്ര വർഷമെടുത്തിട്ടാണ് ആ സിനിമ ചെയ്തതെന്ന് ആലോചിക്കണം. ആ സിനിമയ്ക്ക് വേണ്ടിയെടുത്ത തയ്യാറെടുപ്പുകൾ, ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവസരങ്ങളിൽ പോലും ഈ സിനിമ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. അങ്ങനെ നജീബ് എന്നുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇന്ന് മലയാള സിനിമയിൽ, മറ്റ് ലാംഗ്വേജ് വിട്, ഇന്ന് മലയാള സിനിമയിൽ വേറെ ആര്? ഉത്തരം പറയാൻ പറ്റുമോ? ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിലും മാറ്റേക്ക്. പൃഥ്വിരാജ് ഉള്ളപ്പോൾ ആര് പകരമില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പോൾ നമ്മളിപ്പോൾ ആവേശം എന്നുള്ള സിനിമ കണ്ടു. ആവേശം മാത്രമല്ല, എത്രയോ സിനിമകൾ. ആവേശം എന്നുള്ള സിനിമയിലെ വെറൊരു മൊട്ടത്തലയെന്നൊക്കെ നമ്മളൊക്കെ വിളിക്കുന്ന ഫഹദ് ഫാസിൽ അഭിനയം നോക്കുക. രംഗൻ എന്നുള്ളൊരു കഥാപാത്രമല്ലേ അവതരിപ്പിച്ചിരിക്കുന്നത്? അതിൽ നായകനും വില്ലനും കൊമേഡിയനും എല്ലാം ഒരാളാണെന്ന് ആലോചിക്കണം.
മൾട്ടി സ്റ്റാറുകളില്ലാത്തൊരു സിനിമയാണെന്ന് ആലോചിക്കണം അല്ലേ? എന്ത് രസകരമായിട്ടാണ് ഈ ഫഹദ് ഫാസിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് സിനിമ എടുക്കുമ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നത് പൃഥ്വിരാജ് അല്ലേ? അതെ, അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു സിനിമയുടെ അഭിനയത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് നടന്മാർ പവർഫുള്ളായ നടന്മാരാണ്. മമ്മൂട്ടിക്കും മോഹൻലാൽ ശേഷമുള്ള നടന്മാരാണ്. അടുത്ത കാലത്തൊന്നും ഇവരെ കവച്ച് വെക്കാൻ, ഇവരെ ഓവർടേക്ക് ചെയ്യാൻ വേറെ ആരും വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അടുത്ത 10 വർഷത്തേക്ക് വേറെ ഈ രണ്ട് പേർക്ക് പുതിയൊരാൾ ഇതേ ശക്തിയിൽ വരികയില്ല എന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആലോചിക്കണം. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ രണ്ട് സിനിമയും വെറുതെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, പുഷ്പ എന്നുള്ള വലിയൊരു സിനിമ ഒന്നില്ല ഇവിടെ. ഫഹദ് ഫാസിൽ എന്താ ചെയ്തവിടെ? തെലുങ്ക് സിനിമയില്ലേ ഇവിടെ? ആ തെലുങ്ക് സിനിമയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടി. കച്ചവട സിനിമ തന്നെ. ഞാൻ ക്ലാസിക് സിനിമ കച്ചവട സിനിമയെന്ന് ആലോചിക്കണം. അതേപോലെ തമിഴിൽ, തെലുങ്കിൽ, എല്ലാ ഭാഷകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഫഹദ് ഫാസിൽ എന്ന് ആലോചിക്കണം. അപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ അഭിമുഖം പറഞ്ഞിരുന്നു. ശരിക്കും എൻ്റെ ഇഷ്ടമുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് കുറേ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു നടനായിരിക്കും, ഞാൻ വലിയൊരു നിർമ്മാതാവായിരിക്കും, എൻ്റെ സ്വപ്നങ്ങൾ വലുതാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിരുന്നപ്പോൾ ഈ ചെറുക്കന് വട്ടാണ് എന്ന് പറഞ്ഞവരില്ലേ? അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് 25 or 26 വയസ്സിൽ പറഞ്ഞത് ഇപ്പോൾ അതെല്ലാം ശാശ്വതമാക്കി തീർത്തിയില്ലേ? ഇന്ത്യ ഒട്ടാകെ അറിയുന്ന നടനായി മാറിയില്ലേ? തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും അറിയപ്പെടുന്ന നടനായില്ലേ? നടൻ മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് ആലോചിക്കണം ഇല്ലേ? ഇതൊക്കെ ഒരു മമ്മൂട്ടിക്കോ മോഹൻലാലിനോ കഴിയാതിരുന്ന മറ്റൊരു വശമാണ് പൃഥ്വിരാജ് ഇന്ത്യ മൊത്തം മുഴുവൻ വെട്ടിപ്പിടിച്ചതെന്ന് ആലോചിക്കണം. ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് അത്ര ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട നടനായിരുന്നെങ്കിലും ഏറ്റവും നല്ല നടൻ തന്നെയാണ്. നിർമ്മാതാവാണ്. കുറേ സിനിമകൾ 2-3 ഗ്രൂപ്പുകൾ ചേർന്ന് നിർമ്മാണമുണ്ട്, 3 കമ്പനിയോളമുണ്ട് അയാൾക്ക്. ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ 2 പേരുടെയും പ്രശസ്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഈ പയ്യനെ, അതായത് ഫഹദ് ഫാസിൽ കല്യാണം കഴിച്ച് നസ്രിയെ കല്യാണം കഴിച്ചപ്പോൾ എത്രയോ പേര് ചീത്ത പറഞ്ഞു ഫാസിൽ തന്നെ കെടോ, തൻ്റെ ഈ മൊട്ട തലയുള്ള മോനെ കൊണ്ട് ആ നല്ല പെണ്ണിനെ ഈ കല്യാണം കഴിച്ച് ഞങ്ങളുടെ തമിഴിൻ്റെ പ്രിയപ്പെട്ട മരുമകളെ ഇല്ലാതാക്കിയില്ലടോ. ഇപ്പം നായിക കുറേ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴോ പൃഥ്വിരാജ് കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ ഉണ്ടായില്ലേ? ഇപ്പോൾ സ്ഥിതി എന്താ? ഈ 2 സ്ത്രീകൾ, ഫഹദ് ഫാസിൻ്റെയും പൃഥ്വിരാജ് സുകുമാരൻ്റെയും ഭാര്യമാർ, അവരുടെ പുറകിൽ അവർ പാറ പോലെ, അതായത് ഉറച്ചു നിൽക്കുകയാണെന്ന് ആലോചിക്കണം. BBC ലേഖ്യ കൂടിയാണെന്ന് ആലോചിക്കും പൃഥ്വിരാജിൻ്റെ വൈഫ്. അതിന് ഡൈമെൻഷൻ വേറെയാണെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ പൃഥ്വിരാജിന് മറ്റ് ഹിന്ദിയിലും ഒക്കെ ഹോൾഡ് കിട്ടാൻ കാരണങ്ങളിൽ ഒന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ BBC ലേഖ എന്നുള്ള പേരും പ്രശസ്തിയും ഒക്കെയാണെന്ന് ആലോചിക്കണം. നസ്രിയ ചെറുപ്പത്തിലെ തന്നെ, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നടിയായി വളർന്നവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ നസ്രിയാണ് ഫഹദ് ഫാസിൻ്റെ സിനിമകളുടെ നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇവിടെ പൃഥ്വിരാജിൻ്റെ വൈഫും അങ്ങനെ. അപ്പോൾ 2 സ്ത്രീകളും ഇവരുടെ 2 ഭാര്യമാരും പാറ പോലെ ഇവരെ പുറകിൽ ഒരുക്കുന്നു. അങ്ങനെ ശക്തമായി ഈ ദമ്പതി കുടുംബങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിക്കണം. ഇനിയും നമുക്ക് പ്രതീക്ഷയുണ്ട് ഇവരുടെ വരാനിരിക്കുന്ന സിനിമകൾ. പൃഥ്വിരാജ് ഇപ്പോൾ സംവിധാനത്തിൽ തന്നെ മാജിക്ക് കാണിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ഫഹദ് ഫാസിൽ സംവിധാന രംഗത്ത് വന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ 1-2 വർഷത്തിനുള്ളിൽ ഫഹദ് ഫാസിലും സംവിധാനം മേലങ്കി അണിയാൻ പോകുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഇവിടെ നിൽക്കാൻ പോകുന്നത്, അത്ഭുതങ്ങൾ കാണിച്ചത് പൃഥ്വിരാജ് സുകുമാരനും ഫഹദ് ഫാസിലും തന്നെയാണ്.